രാജ്യത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾ, മഠങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പല നടപടിക്രമങ്ങളിലും ഇതിനു മുമ്പ് സർക്കാരുകൾ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് വഖഫ് ഭേദഗതി നിയമത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന്. ഇത്തരം പല സർക്കാരുകളുടെ ഇടപെടലുകളും പിൽക്കാലത്ത് സുപ്രീം കോടതി ശരിവച്ചിട്ടുണ്ട് എന്നും സോളിസിറ്റർ ജനറൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അനിവാര്യമായ മതാചാരങ്ങളിൽ പോലും ഇത്തരം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഈ വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് വാദിച്ച ഹർജിക്കാരുടെ അഭിഭാഷകർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യം, ഈ വഖഫ് ഒരു അനിവാര്യമായ മതാചാരമാണെന്നും അതിൽ സർക്കാർ ഇടപെടാൻ വേണ്ടി പാടില്ല എന്നതുമാണ്. എന്നാൽ സർക്കാർ ഇടപെടലിനെ ന്യായീകരിച്ചുകൊണ്ടാണ് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട പല കോടതി ഉത്തരവുകളും, അതായത് ഹിന്ദു മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പല കോടതി ഉത്തരവുകളുടെയും പട്ടിക ഈ സോളിസിറ്റർ ജനറൽ കോടതിക്ക് കൈമാറിയത്. ഇന്നലെയാണ് 145 പേജ് ദൈർഘ്യമുള്ള ഒരു കുറിപ്പ് സോളിസിറ്റർ ജനറൽ കോടതിക്ക് നൽകിയത്. ഈ കുറിപ്പിലാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ നീറിക്കോട് ശിവക്ഷേത്രത്തിലെ ഈ ക്ഷേത്രത്തിലെ ശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഉത്തരവും സോളിസിറ്റർ ജനറൽ പരാമർശിച്ചിരിക്കുന്നത്. 2002 വളരെ സുപ്രധാനമായി ഈ ഉത്തരവുണ്ടായത്. അന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്ന ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലയാളി ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം ആകരുത് ഈ ശാന്തി നിയമനത്തിന് പരിഗണിക്കേണ്ടത് എന്നതായിരുന്നു. അതായത് മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരെയും ഈ ശാന്തി നിയമനത്തിന് പരിഗണിക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം ശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യം അനിവാര്യമായ മതാചാരമല്ല എന്നായിരുന്നു സുപ്രീം കോടതി കണ്ടെത്തിയിരുന്നത്. അത് സംബന്ധിച്ചുള്ള കോടതി വിധിയാണ് ഈ വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് കൈമാറിയിരിക്കുന്ന ഈ കുറിപ്പിൽ സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്ന. ഫലത്തിൽ ഇത്തരം കാര്യങ്ങളിൽ, അതായത് ശാന്തി നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോടതികൾക്ക് ഇടപെടാൻ വേണ്ടി കഴിയുമെന്നും അത് മതേതരമായതിനാലാണെന്നുമാണ് സോളിസിറ്റർ ജനറൽ കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഏതായാലും സോളിസിറ്റർ ജനറൽ ഇന്ന് ഈ വഖഫ് ബോർഡിലെയും അതുപോലെ തന്നെ കൗൺസിലിലേക്കും ഈ മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവരെ ഉൾക്കൊള്ളിക്കുന്നതിനെയും കോടതിയിൽ ശക്തമായി ന്യായീകരിക്കുകയും ചെയ്തു. കാരണം അതിന് പ്രധാനമായും അദ്ദേഹം പറഞ്ഞിരുന്ന ഈ വാദം, ഈ വഖഫ് എന്നത് ഈ വഖഫ് ബോർഡുകൾ നടത്തുന്ന പല പ്രവർത്തനങ്ങളും മതേതരമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയുടെയൊക്കെ ഭരണം ഈ വഖഫ് ബോർഡുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം മതേതരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാൽ തന്നെ ആ ബോർഡിലും കൗൺസിലിലുമൊക്കെ മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവർ ഉൾക്കൊള്ളുന്നതിൽ തെറ്റില്ല എന്നും സോളിസിറ്റർ ജനറൽ കോടതിയിൽ വാദിക്കുകയും ചെയ്തു. അതേസമയം വഖഫ് ബോർഡുകളിലും കൗൺസിലിലും ഒരു കാരണവശാലും ഈ മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവർ ഭൂരിപക്ഷമാകില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കാരണം ഈ പരമാവധി 4 അംഗങ്ങളെ വരെ മാത്രമേ മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ടവരെ അതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് ഇന്ന് സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാണിച്ചത്. നാളെയും ഈ കേസിൽ സുപ്രീം കോടതിയിൽ വാദം കേൾക്കൽ തുടരുന്നതായിരിക്കും. ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് കേസിൽ വാദം കേൾക്കുന്നത്.